എല്ലാവർക്കും എൻ്റെ നമസ്കാരം, സ്നേഹവന്ദനം. ഇതെൻ്റെ ഒരു കാഷ്വൽ റെക്കോർഡിംഗ് ആണ്. കഴിഞ്ഞ മെയ് മാസം 11 ഞാൻ അമേരിക്കയിൽ നിന്ന് ഒരു യാത്ര പുറപ്പെട്ടു. ആ യാത്രയ്ക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത് ഞാൻ പോയത് ചൈനയിലാണ്. ആദ്യമായിട്ട് ഞാൻ ചൈനയിലേക്ക് പോവുക. അപൂർവം പേരാണല്ലോ ചൈന സന്ദർശിക്കാറുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഫാമിലി ചൈനയിലേക്ക് കുറെ കാലമായിട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് പോകുവാൻ ഉള്ള താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു. ഇന്ത്യയിലേക്ക് പോകുന്ന വഴി ചൈന വഴി ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ 12 ചൈനയിലെത്തുന്നു. ഗ്വാങ്ചോ എന്ന പട്ടണത്തിലാണ് ഞാൻ എത്തിയത്. അതായത് ഹോങ്കോങ്ങിൽ നിന്ന് 84 മൈൽ, മേ ബി 100-120 കിലോമീറ്റർ ദൂരമായിരിക്കും. അവിടെ എത്തി. മനോഹരമായ പട്ടണം. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ അപ്പുറം ഡെവലപ്ഡായിട്ടുള്ള മനോഹരമായ ഒരു പട്ടണം. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മലേഷ്യയിലെത്തി. അവിടെയും ചൈനയിലെ പോലെ 3 ദിവസം അവിടെയും ചിലവഴിച്ചു. അവിടെ എനിക്ക് 4 തലമുറകളുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽപ്പെട്ട 4 തലമുറ. എൻ്റെ കസിൻ, എൻ്റെ അങ്കിൾ, അവർ രണ്ടുപേരും മരിച്ചുപോയി. എൻ്റെ 2 കസിൻസ്, അവർ രണ്ടുപേരും മരിച്ചുപോയി. പക്ഷെ അവരുടെ മക്കളുടെ മക്കള്, അങ്ങനെ അവരുൾപ്പെടെ 4 തലമുറകൾ. ഇവർക്ക് പരസ്പരം വലിയ ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു, അറിയില്ലായിരുന്നു. കാരണം എൻ്റെ അങ്കിളും എൻ്റെ കസിൻസിന്റെ മക്കളും തമ്മിലുള്ള അവർക്ക് അങ്ങനെ തങ്ങളുടെ ബന്ധുക്കൾ മലേഷ്യയിലുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂട്ടണം, പരസ്പരം അവരെ പരിചയപ്പെടുത്തണം. അത് ഞങ്ങളുടെ കുടുംബ ചരിത്രം പറഞ്ഞുകൊണ്ട് അതിലേക്ക് അവർ നയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലുള്ള അങ്ങനെ പോയി. ദൈവകൃപ എൻ്റെ കൂടെ ഇരുന്നു. അങ്ങനെ അത് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിലെത്തിയിട്ട് എൻ്റെ മെയിൻ പർപ്പസ്, എനിക്ക് കേരളത്തിൽ വന്നത് എൻ്റെ 2 കണ്ണിനും കാറ്ററാക്ട് സർജറി ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ കേരളത്തിൽ വന്നു. തിരുനെൽവേലിയിലുള്ള അരവിന്ദ് ഹോസ്പിറ്റലിൽ മെയ് 23 ഇടത്തെ കണ്ണിനും മെയ് 26 വലത്തെ കണ്ണിനും ഉള്ള കാറ്ററാക്ട് സർജറി നടത്തി. ലേസർ അസിസ്റ്റഡ് കാറ്ററാക്ട് സർജറി 2 വിജയകരമായിരുന്നു. തുടർന്ന് അങ്ങോട്ട് കുറേ ദിവസങ്ങൾ ഞാൻ നാട്ടിലുള്ളത് യാത്രയിലായിരുന്നു, മുഴുവൻ യാത്രയിൽ. പക്ഷേ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചതുപോലെ ഷേവ് ചെയ്തില്ല. ആദ്യത്തെ 10 ദിവസം ഷേവ് ചെയ്തില്ല, തല നനച്ചില്ല, ഫോൺ അധികമായിട്ട് ഉപയോഗിച്ചില്ല, ഒന്നും വായിക്കുകയോ ടെലിവിഷൻ കാണുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ സമയമെടുത്തില്ല. അങ്ങനെ പക്ഷെ യാത്രയായിരുന്നു. ഈ 3 ദിവസങ്ങൾ ബാക്കിയുള്ള 7-ാം തീയതി വരെ ഉള്ള യാത്രയിലായിരുന്നു ഞാൻ. അങ്ങനെ ചിലരെയൊക്കെ കണ്ടു. അവരുമായിട്ടുള്ള ഇടപെടൽ, പേഴ്സണൽ റിലേഷൻഷിപ്പ്, അത് ഊട്ടി ഉറപ്പിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സമയമായിട്ട് ഞാൻ അതിനെ കണ്ടു. കുറേയൊക്കെ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വിശദീകരിക്കാം. പ്രത്യേകിച്ച് അതിനിടെ പവർ വിഷനിലെ 3 എപ്പിസോഡിന് വേണ്ടി ഒരു 1 ടേക്ക് ഇന്റർവ്യൂ കൊടുക്കുവാനായിട്ട് ഉള്ള അവസരമുണ്ടായി. ഒരു എക്സൽ മീഡിയ ആ സ്റ്റുഡിയോ സന്ദർശിക്കുവാനും അതിലെ ലീഡേഴ്സായിരിക്കുന്ന അനിലിനെയും കാണുവാനും, അവിടെയും ഇന്റർവ്യൂവിന് സമയം ആവശ്യപ്പെട്ടെങ്കിലും എനിക്ക് കൊടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ടൈം ബുക്ക് ചെയ്തിരുന്നു. എൻ്റെ സമയമായതുകൊണ്ട് പെട്ടെന്ന് വഴി പോകേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ധാരാളം അനുഭവങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു ആ 3 ആഴ്ച.
ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം. കാണാൻ ആഗ്രഹിച്ച പലരെയും കാണാൻ സാധിച്ചില്ല. എന്നെ കാണാൻ ബന്ധപ്പെട്ടു വന്ന പലരെയും എനിക്ക് കണ്ടുപെട്ടു പോകാൻ കഴിയാതെ പോയി. അവരോടുള്ള ക്ഷമാപണവും ഈ യാത്രയിലെല്ലാം സഹായിച്ച എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇതിൽ ഈ യാത്രകൾക്കിടയിലുണ്ടായ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും ഒക്കെ ഞാൻ പിന്നീട് നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഗോഡ് ബ്ലസ് യു.